നമസ്കാരം. പ്ലസ് ടു ഹിസ്റ്ററിയുടെ 5-ാം പ്രമേയത്തിലെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം വിശകലനം ചെയ്യുന്നത് 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച പ്രധാനപ്പെട്ട ഒരു ഫ്രഞ്ച് സഞ്ചാരിയായ ഫ്രാങ്കോയിസ് ബെർണിയറിനെ കുറിച്ചാണ്. അദ്ദേഹം മുഗൾ കാലഘട്ടത്തിലാണ് ഇന്ത്യ സന്ദർശിച്ചത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകമാണ് മുഗൾ സാമ്രാജ്യത്തിലെ സഞ്ചാരങ്ങൾ അല്ലെങ്കിൽ ട്രാവൽസ് ഇൻ ദി മുഗൾ എംപയർ. ഈ പുസ്തകത്തിൽ മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ചും ആ കാലഘട്ടത്തിലെ ഇന്ത്യയുടെ സമൂഹത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ചുള്ള, ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, യൂറോപ്പുമായുള്ള അദ്ദേഹത്തിൻ്റെ താരതമ്യം, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ബെർണിയറെക്കുറിച്ച് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മറ്റ് യൂറോപ്യൻ സഞ്ചാരികൾ കൂടിയുണ്ട്. പോർച്ചുഗീസുകാരായ സഞ്ചാരികളുണ്ട്, ഡച്ചുകാരായ സഞ്ചാരികളുണ്ട്, അതുപോലെ ഇംഗ്ലീഷുകാരായ സഞ്ചാരികൾ. അപ്പോൾ ഇവരെക്കുറിച്ചൊക്കെ നമുക്കൊരു ചെറിയ ധാരണ ഉണ്ടായിരിക്കണം. നമുക്ക് തുടങ്ങാം. ഏകദേശം CE 1500ഓടെയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയത്. അവരിൽ പലരും ഇന്ത്യയിലെ സാമൂഹ്യ ആചാരങ്ങളെക്കുറിച്ചും മതസമ്പ്രദായങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായ വിവരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ജെസ്യൂട്ട് റോബർട്ടോ നോബിലിയെ പോലുള്ളവർ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ യൂറോപ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുക പോലും ചെയ്തിരുന്നു. പോർച്ചുഗീസ് എഴുത്തുകാരിൽ ഏറ്റവും പ്രസിദ്ധനായിരുന്നു സ്വാർത്തെ ബാർബോസ. ദക്ഷിണേന്ത്യയിലെ വ്യാപാരം, സമൂഹം എന്നിവയെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി എഴുതിയിട്ടുണ്ട് തൻ്റെ ഗ്രന്ഥങ്ങളിൽ. 1600 ശേഷം ധാരാളം ഡച്ച് സഞ്ചാരികൾ, ഇംഗ്ലീഷ് സഞ്ചാരികൾ, ഫ്രഞ്ച് സഞ്ചാരികളൊക്കെ ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി. അവരിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരാളായിരുന്നു ജീൻ ബാപ്റ്റിസ്റ്റ് ടവേർണിയർ. ഫ്രാൻസിലെ ഒരു ആഭരണ നിർമ്മാതാവായിരുന്നു അദ്ദേഹം. ചുരുങ്ങിയത് 6 പ്രാവശ്യമെങ്കിലും അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ വ്യാപാര സ്ഥിതി അദ്ദേഹത്തിൽ വലിയ മതിപ്പുളവാക്കിയിരുന്നു. ഇന്ത്യയെ അദ്ദേഹം ഇറാനോടും ഓട്ടോമൻ സാമ്രാജ്യത്തോടും താരതമ്യപ്പെടുത്തിക്കൊണ്ട് തൻ്റെ യാത്രാ വിവരണത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇറ്റലിയിൽ നിന്നെത്തിയ ഒരു സഞ്ചാരിയായിരുന്നു മനുച്ചി. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. മനുച്ചിയെ പോലെയുള്ള സഞ്ചാരികൾ ഇന്ത്യയിൽ താമസമാക്കുകയാണ് ചെയ്തത്. അവർ ഒരിക്കലും പിന്നീട് യൂറോപ്പിലേക്ക് മടങ്ങിയില്ല. ഇനി നമുക്ക് ഫ്രഞ്ച് സഞ്ചാരിയായ ഫ്രാങ്കോയിസ് ബെർണിയറെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഫ്രാങ്കോയിസ് ബെർണിയർ ഒരു ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു. അദ്ദേഹം ഒരു ഡോക്ടറും രാഷ്ട്രീയ തത്വചിന്തകനും ചരിത്രകാരനുമായിരുന്നു. അവസരങ്ങൾ തേടിയാണ് അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തിലെത്തിയത്. 12 വർഷത്തോളം അദ്ദേഹം ഇന്ത്യയിൽ താമസിച്ചിരുന്നു. മുഗൾ രാജധാനിയുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഷാജഹാന്റെ ഭരണകാലത്താണ് അദ്ദേഹം ഇന്ത്യയിലെത്തിയത്. ഷാജഹാന്റെ മൂത്ത പുത്രനായ ദാരോ ഷൂക്കോയുടെ ചികിത്സയ്ക്കായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ എത്തിയത്, മുഗൾ കൊട്ടാരത്തിലെത്തിയത്. ബെർണിയർ ഇന്ത്യയുടെ പല ഭാഗങ്ങളും സന്ദർശിച്ചിരുന്നു. രാജ്യത്തിനകത്ത് എന്തൊക്കെ അദ്ദേഹം കണ്ടുവോ അതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം രസകരമായ വിവരണങ്ങൾ എഴുതുകയുണ്ടായി. തൻ്റെ പ്രധാന രചനകളെല്ലാം ഫ്രാൻസിലെ ഭരണാധികാരിയായിരുന്ന ലൂയി 14 അദ്ദേഹം സമർപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പലതും ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിമാർക്കുമുള്ള കത്തുകളുടെ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. യൂറോപ്പിലെ സംഭവ വികാസങ്ങളുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയെ വിലയിരുത്തിയത്. ഇന്ത്യയിലെ സാഹചര്യങ്ങളെ ഇരുണ്ടതും നിരാശാജനകവുമായാണ് അദ്ദേഹം ചിത്രീകരിച്ചത്. ക്ഷയോന്മുഖമായ കിഴക്കിൻ്റെ ഒരു ചിത്രമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. എന്നാൽ ബെർണിയറുടെ വിലയിരുത്തൽ എല്ലായ്പ്പോഴും കൃത്യമായിരുന്നില്ല. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളിൽ പിശകുകൾ സംഭവിച്ചിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ രചനകൾ വളരെ പ്രസിദ്ധമായി തീർന്നു. ബെർണിയറുടെ കൃതികൾ 1670-71 കാലഘട്ടത്തിൽ ഫ്രാൻസിൽ വെച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ടു.
5 വർഷത്തിനുള്ളിൽ അവയെല്ലാം ഇംഗ്ലീഷ്, ഡച്ച്, ജർമ്മൻ, ഇറ്റാലിയൻ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്നു. 55 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഫ്രഞ്ച് ഭാഷയിലുള്ള കൃതികൾ 8 പ്രാവശ്യവും അവയുടെ ഇംഗ്ലീഷ് പരിഭാഷകൾ 3 പ്രാവശ്യവും പുനഃപ്രസാധനം ചെയ്യുകയുണ്ടായി. എന്നാൽ അറബി, പേർഷ്യൻ ഭാഷകളിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ കൈയെഴുത്തു പ്രതികളായാണ് പ്രചരിച്ചത്. 1800 മുമ്പ് അവ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ വളരെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന യാത്രാവിവരണങ്ങളായിരുന്നു ഫ്രാങ്കോയിസ് ബെർണിയറുടേത്. ആ കാലഘട്ടത്തിൽ യൂറോപ്യന്മാർ ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കിയത് ഈ സഞ്ചാരികളുടെ വിവരണങ്ങളിൽ നിന്നായിരുന്നു. യൂറോപ്യൻ സഞ്ചാരികളുടെ രചനകൾ ഇന്ത്യയെക്കുറിച്ചൊരു ധാരണ വളർത്തിയെടുക്കാൻ യൂറോപ്യന്മാരെ സഹായിച്ചു. ഇന്ത്യയെക്കുറിച്ചുള്ള യൂറോപ്യന്മാരുടെ ധാരണകൾ ഈ സഞ്ചാരികളുടെ കൃതികളിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ അത് പലപ്പോഴും തെറ്റായ ധാരണകളായിരുന്നു. അത് ഇന്ത്യക്കാർക്ക് വളരെ വൈകിയാണ് മനസ്സിലായത്. 1750 ശേഷം ഇന്ത്യക്കാരായ ഷെയ്ഖ് ഇത്തീസമുദ്ദീൻ, അതുപോലെ മിർസ അബു തലീബ് എന്നിവരെ പോലെയുള്ളവർ യൂറോപ്പ് സന്ദർശിച്ചപ്പോൾ സഞ്ചാരികളുടെ രചനകളിലൂടെ ലഭിച്ച തെറ്റായ സങ്കല്പമാണ് യൂറോപ്യന്മാർ ഇന്ത്യയെക്കുറിച്ച് വെച്ചു പുലർത്തിയിരുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇന്ത്യയെക്കുറിച്ച് തങ്ങളുടെ മനസ്സിലുള്ള ചിത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് യൂറോപ്യന്മാരുടെ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ വലിയ ശ്രമങ്ങൾ അവർ നടത്തുകയുണ്ടായി. ഇനി നാം മനസ്സിലാക്കുന്നത് ബെർണിയറുടെയും ഇബിൻ ബത്തൂത്തയുടെയും വീക്ഷണങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. നമുക്കൊന്ന് താരതമ്യം ചെയ്യാം ഈ 2 പേരുടെയും കാഴ്ചപ്പാടുകൾ. ഇബിൻ ബത്തൂത്ത ഇന്ത്യയെ എങ്ങനെയാണ് കണ്ടത്, അതുപോലെ ബെർണിയറുടെ പൗരസ്ത്യ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്, നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇബിൻ ബത്തൂത്തയും ബെർണിയറും അവരുടെ സഞ്ചാരക്കുറിപ്പുകൾ എഴുതിയത് വ്യത്യസ്ത വീക്ഷണങ്ങളോടെയാണ്. ഇബിൻ ബത്തൂത്തയെ ആകർഷിച്ചത് ഓരോന്നിൻ്റെയും പുതുമയാണ്. പുതുമ തോന്നിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം വിവരണങ്ങൾ എഴുതുകയുണ്ടായി തൻ്റെ യാത്രാക്കുറിപ്പുകളിൽ. എന്നാൽ ബെർണിയറുടേത് തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇന്ത്യയിൽ അദ്ദേഹം കണ്ടതിനെയെല്ലാം യൂറോപ്പിലെ, പ്രത്യേകിച്ച് ഫ്രാൻസിലെ സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്യാനും അതിലെ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താനുമാണ് ബെർണിയർ ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ താല്പര്യം അതിനായിരുന്നു. ബെർണിയർക്ക് നിരാശാജനകമായി തോന്നിച്ച സാഹചര്യങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്, ഊന്നൽ നൽകിയത്. നീതിയുക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് നയകർത്താക്കളെയും ബുദ്ധിജീവികളെയും സ്വാധീനിക്കാനാണ് അദ്ദേഹം പ്രധാനമായും ആഗ്രഹിച്ചിരുന്നത്. ബെർണിയറുടെ യാത്രാ വിവരണമായ മുഗൾ സാമ്രാജ്യത്തിലെ സഞ്ചാരങ്ങൾ എന്ന ഗ്രന്ഥം വിശദമായ നിരീക്ഷണങ്ങൾ, വിമർശനാത്മകമായ ഉൾക്കാഴ്ചകൾ, അതുപോലെ വിചിന്തനം എന്നിവ കൊണ്ട് വളരെ ശ്രദ്ധേയമാണ്. ബെർണിയർ മുഗൾ സാമ്രാജ്യത്തെ സമകാലിക യൂറോപ്പുമായി നിരന്തരം താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് തൻ്റെ യാത്രാവിവരണങ്ങൾ എഴുതിയത്. യൂറോപ്പിൻ്റെ മേധാവിത്വത്തിന് അദ്ദേഹം വളരെ ഊന്നൽ നൽകുകയുണ്ടായി. മുഗൾ ഭരണത്തെ യൂറോപ്യൻ ഭരണത്തെക്കാൾ താഴ്ന്നതായാണ് അദ്ദേഹം ചിത്രീകരിച്ചിരുന്നത്. ഇന്ത്യയെ വിപരീത ദ്വന്ദ്വ മാതൃകയിലാണ് അദ്ദേഹം തൻ്റെ ഗ്രന്ഥങ്ങളിൽ അവതരിപ്പിച്ചത്. ഇതുപ്രകാരം ഇന്ത്യ യൂറോപ്പിൻ്റെ നേരെ വിപരീതമായി അവതരിപ്പിക്കപ്പെട്ടു. അപ്പം ഇന്ത്യയെ ദ്വന്ദ്വപ്രതിയോഗത്വം, ബൈനറി ഒപ്പോസിഷൻ എന്ന സിദ്ധാന്തത്തിൻ്റെ മാതൃകയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള വ്യത്യാസങ്ങളെ ശ്രേണീബദ്ധമായും അദ്ദേഹം അവതരിപ്പിച്ചു. തട്ടുതട്ടായിട്ട് അദ്ദേഹം ഇന്ത്യയെയും യൂറോപ്പിനെയും അവതരിപ്പിക്കുന്നു. ഇതിൽ ഇന്ത്യയെ ഏറ്റവും താഴ്ന്ന തട്ടിലാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ചത്. അങ്ങനെ പാശ്ചാത്യ ലോകത്തെ അപേക്ഷിച്ച് ഇന്ത്യ താഴ്ന്നതായി ചിത്രീകരിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ. ചുരുക്കത്തിൽ പൗരസ്ത്യ ലോകം താഴ്ന്നതും അധപ്പതിച്ചതുമാണെന്ന വീക്ഷണമാണ് ബെർണിയർ വെച്ചു പുലർത്തിയിരുന്നത്. ബെർണിയർ ഇന്ത്യയിലെ ഭൂ ഉടമസ്ഥതയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് തൻ്റെ പുസ്തകത്തിൽ വിശദമായി എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിൽ സ്വകാര്യ സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്.
മുഗൾ ഇന്ത്യയും യൂറോപ്പും തമ്മിൽ അടിസ്ഥാനപരമായൊരു വ്യത്യാസമുണ്ടായിരുന്നുവെന്ന് ബെർണിയർ അഭിപ്രായപ്പെടുന്നു. ഭൂമിയിലുള്ള സ്വകാര്യ സ്വത്തിന്റെ കാര്യത്തിലാണ് ഈ വ്യത്യാസം നിലനിന്നിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മുഗൾ ഇന്ത്യയിൽ സ്വകാര്യ ഭൂ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ബെർണിയർ സ്വകാര്യ സ്വത്തിന്റെ മൂല്യങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു. ഭൂമിയുടെ മേലുള്ള രാജാവിൻ്റെ ഉടമസ്ഥാവകാശം രാഷ്ട്രത്തിനും ജനങ്ങൾക്കും ഒരുപോലെ ഹാനികരമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മുഗൾ സാമ്രാജ്യത്തിൽ എല്ലാ ഭൂമിയുടെയും ഉടമസ്ഥാവകാശം ചക്രവർത്തിക്കാണെന്ന് ബെർണിയർ കരുതി. ചക്രവർത്തി ഈ ഭൂമിയെല്ലാം പ്രഭുക്കന്മാർക്ക് വിതരണം ചെയ്തിരുന്നു. ഇത് സമ്പദ് വ്യവസ്ഥയിലും സമൂഹത്തിലും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരുന്നതായി ബെർണിയർ സൂചിപ്പിക്കുന്നു. ഈ വീക്ഷണം ബെർണിയർ മാത്രമല്ല വെച്ചു പുലർത്തിയിരുന്നത്. 16ഉം 17ഉം നൂറ്റാണ്ടുകളിൽ ഇന്ത്യ സന്ദർശിച്ച ഒട്ടുമിക്ക സഞ്ചാരികളുടെ വിവരണങ്ങളിലും ഇതേ വീക്ഷണം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ചിരുന്ന ഡച്ച് സഞ്ചാരിയായ പെൽസേർ തൻ്റെ യാത്രാ വിവരണത്തിൽ എഴുതിയിട്ടുണ്ട്, 17ആം നൂറ്റാണ്ടിൻ്റെ ആദ്യ പതിറ്റാണ്ടുകളിലാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചത്. ബെർണിയറെ പോലെ അദ്ദേഹം ഇന്ത്യയിലൊട്ടാകെ വ്യാപിച്ചിരിക്കുന്ന ദാരിദ്ര്യം കണ്ട് ഞെട്ടിപ്പോയി. കടുത്ത ദാരിദ്ര്യം ജനങ്ങളുടെ ജീവിതത്തെ കടുത്ത ഇല്ലായ്മയുടെയും ദുഃഖത്തിൻ്റെയും ഈറ്റില്ലമാക്കി മാറ്റിയെന്ന് അദ്ദേഹം തൻ്റെ യാത്രാ വിവരണത്തിൽ എഴുതിയിരിക്കുന്നു. കർഷകർക്ക് വിശപ്പടക്കാൻ അല്പം ഉണക്ക റൊട്ടി പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ഇന്ത്യയിൽ സ്വകാര്യ സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല, ഭൂമിയുടെ മുഴുവൻ ഉടമസ്ഥൻ രാജാവായിരുന്നു എന്നാണ് ബെർണിയർ പറയുന്നത്. ഭൂമിയുടെ മേലുള്ള രാജകീയ ഉടമസ്ഥാവകാശത്തിൻ്റെ പോരായ്മകളും തൻ്റെ ഗ്രന്ഥത്തിൽ ബെർണിയർ വിശദീകരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഭൂമിയുടെ ഉടമസ്ഥൻ രാജാവായിരുന്നാൽ, സ്വകാര്യ സ്വത്തവകാശമില്ലാതിരുന്നാൽ അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? ഭൂമി രാജാവിൻ്റെ ഉടമസ്ഥതയിലായിരുന്നതിനാൽ ഭൂ ഉടമകൾക്ക് അവരുടെ കൈവശമുള്ള ഭൂമി അവരുടെ മക്കൾക്ക് കൈമാറാൻ കഴിഞ്ഞിരുന്നില്ല. ഒന്നാമതായി അദ്ദേഹം പറയുന്നു. അതിനാൽ ഭൂമിയെ പരിപാലിക്കാനും ഉൽപാദനം വർദ്ധിപ്പിക്കാനുമായി ദീർഘകാല നിക്ഷേപങ്ങൾ നടത്താൻ അവർക്ക് ഒട്ടും താല്പര്യമുണ്ടായിരിക്കില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. സ്വാഭാവികമായും ഭൂമിയിലെ സ്വകാര്യ സ്വത്തിൻ്റെ അഭാവം ഭൂമിയുടെ അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഒരു ഭൂ ഉടമ വർഗത്തിൻ്റെ ഉയർച്ചയെ തടസ്സപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. കൃഷിയുടെ നാശത്തിനും കർഷകരുടെ അടിച്ചമർത്തലിനും ഇത് വഴിയൊരുക്കി. അതുപോലെ തന്നെ കുലീനരായ ഭരണാധികാരി വർഗത്തിനൊഴികെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും ജീവിത നിലവാരത്തെ അത് തകർക്കുകയും ചെയ്തു എന്ന് ബെർണിയർ പറയുന്നു. അതുകൊണ്ട് ഭൂമിയുടെ രാജകീയ ഉടമസ്ഥാവകാശം തികച്ചും വിനാശകരമായിരുന്നു എന്നാണ് ബെർണിയർ തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് പരിശോധിക്കാം. ബെർണിയറുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ വീക്ഷണത്തിൽ ഭൂമിയുടെ രാജകീയ ഉടമസ്ഥത അല്ലെങ്കിൽ സ്വകാര്യ സ്വത്തിൻ്റെ അഭാവം എങ്ങനെയാണ് കർഷകർക്ക് വലിയ ന്യൂനതയായിട്ട് മാറിയത്, പോരായ്മയായിട്ട് മാറിയത്? അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നു. ഒന്നാമതായി ഇതിൻ്റെ പ്രധാനപ്പെട്ട ന്യൂനതയായി ബെർണിയർ പറയുന്നത്, ഭൂ ഉടമകൾക്ക് അവരുടെ കൈവശമുള്ള ഭൂമി മക്കൾക്ക് കൈമാറാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു പോരായ്മയായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട പോരായ്മകൾ എന്തൊക്കെയാണ്? ഭൂമിയുടെ പരിപാലനത്തിനോ ഭൂമിയിൽ നിക്ഷേപം നടത്താനോ അവർക്കൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. 3, ഭൂമിയുടെ അഭിവൃദ്ധിയിൽ താല്പര്യമുള്ള ഭൂ ഉടമകളുടെ ഉയർച്ചയെ അത് തടസ്സപ്പെടുത്തി. 4ാമതായി അദ്ദേഹം പറയുന്നത്, കൃഷിയുടെ നാശത്തിന് ഇത് കാരണമായി. 5ാമതായി കർഷകരുടെ അടിച്ചമർത്തലിന് ഇത് വഴിയൊരുക്കി എന്ന് അദ്ദേഹം പറയുന്നു. അവസാനമായി ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ഇത് കാര്യമായി ബാധിക്കുകയും ജീവിത നിലവാരം തകർക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇങ്ങനെ ഇന്ത്യയിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം പൂർണ്ണമായും രാജാവിനും സ്വകാര്യ സ്വത്തിൻ്റെ അവകാശവും ഉണ്ടായിരുന്നില്ല എന്ന ബെർണിയറുടെ വീക്ഷണം അദ്ദേഹം വളരെ ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നു. ബെർണിയറുടെ മറ്റൊരു കാഴ്ചപ്പാടായിരുന്നു
ഇന്ത്യയിൽ ഒരു മധ്യവർഗം ഉണ്ടായിരുന്നില്ല എന്നത്. നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യയിൽ ഒരു മധ്യവർഗം ഉണ്ടായിരുന്നില്ലെന്ന് ബെർണിയർ ഉറപ്പിച്ചു പറയുന്നു. ഇന്ത്യൻ സമൂഹത്തിൽ രണ്ട് വർഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ദരിദ്രരും മറ്റൊന്ന് സമ്പന്നരും. ഭൂരിഭാഗം വരുന്ന ദരിദ്രരെ സമ്പന്നരും കരുത്തരുമായ ഒരു ചെറിയ ഭരണവർഗ ന്യൂനപക്ഷം കീഴടക്കി വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് ബെർണിയർ പറയുന്നത്. ദരിദ്രരിൽ ദരിദ്രരും സമ്പന്നരിൽ സമ്പന്നരുമായ ഈ രണ്ടു വിഭാഗങ്ങൾക്കിടയിൽ മറ്റൊരു സാമൂഹ്യ വിഭാഗം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല, മധ്യവർഗം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ത്യയിൽ ഒരു മധ്യവർഗം ഉണ്ടായിരുന്നതേയില്ല എന്നാണ് ബെർണിയർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ബെർണിയർക്ക് മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് ഒട്ടും മതിപ്പുണ്ടായിരുന്നില്ല. അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് പറഞ്ഞത്, മുഗൾ രാജാവ് ഭിക്ഷാടകരുടെയും അപരിഷ്കൃതരുടെയും രാജാവായിരുന്നു. മുഗൾ നഗരങ്ങളും പട്ടണങ്ങളും തകർന്നടിഞ്ഞതും ദുഷിച്ച വായു കൊണ്ട് മലീമസവുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. സാമ്രാജ്യത്തിലെ പാടശേഖരങ്ങൾ പരന്നു കിടക്കുന്ന കുറ്റിക്കാടുകളും രോഗജന്യമായ ചതുപ്പ് നിലങ്ങളും നിറഞ്ഞവയായിരുന്നു എന്നാണ് ബെർണിയർ പറയുന്നത്. ഭൂമിയുടെ രാജകീയ ഉടമസ്ഥത അഥവാ സ്വകാര്യ സ്വത്തിൻ്റെ അഭാവമാണ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഈ അധോഗതിക്കുള്ള ഒരേ ഒരു കാരണമെന്നാണ് ബെർണിയർ പറയുന്നത്. എന്നാൽ ആധുനിക ചരിത്രകാരന്മാർ അദ്ദേഹത്തിൻ്റെ ഈ വാദഗതിയെ അംഗീകരിക്കുന്നില്ല. മുഗൾ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക പ്രമാണങ്ങളിലൊന്നും തന്നെ ഭൂമിയുടെ ഉടമസ്ഥത രാജാവിനാണ് അല്ലെങ്കിൽ രാഷ്ട്രത്തിനു മാത്രമാണെന്ന് ഒരു സൂചനയുമില്ല. ഉദാഹരണത്തിന് അക്ബറിൻ്റെ ഭരണകാലത്തെ ചരിത്രകാരനും പണ്ഡിതനുമായിരുന്ന അബുൽ ഫസൽ ഭൂനികുതിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് പരമാധികാരത്തിനുള്ള പ്രതിഫലങ്ങൾ എന്നാണ്. ഭരണാധികാരി തൻ്റെ പ്രജകൾക്ക് നൽകിയ സംരക്ഷണത്തിനുള്ള പ്രതിഫലമായാണ് ഭൂനികുതി ഈടാക്കിയിരുന്നതെന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അത് ഭരണാധികാരിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ കരം ആയിരുന്നില്ല. ഭൂനികുതി പലപ്പോഴും വളരെ ഉയർന്നതായിരുന്നു. അതുകൊണ്ടായിരിക്കാം യൂറോപ്യൻ സഞ്ചാരികൾ അത്തരം അവകാശങ്ങളെ കരമായി കണക്കാക്കിയിരുന്നത്. യഥാർത്ഥത്തിൽ അതൊരു കരമോ ഭൂനികുതിയോ ആയിരുന്നില്ല, മറിച്ച് വിളവിന്മേലുള്ള ഒരു നികുതി മാത്രമായിരുന്നു. ഇനി നമുക്ക് ബെർണിയർ തൻ്റെ ഗ്രന്ഥത്തിൽ രാജ്യത്തെ ഗ്രാമീണ കർഷകരെ കുറിച്ച് എഴുതിയതൊന്ന് പരിശോധിക്കാം. ഹിന്ദുസ്ഥാൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ വിശാലമായ ഭൂപ്രദേശങ്ങളിൽ മിക്കവയും മണലാരണ്യങ്ങളും തരിശായ പർവ്വത പ്രദേശങ്ങളുമാണ്. ഈ പ്രദേശങ്ങളിൽ ജനസാന്ദ്രത വളരെ കുറവായിരുന്നു. ഇവിടെയുള്ള നല്ല ഭൂമിയുടെ ഗണ്യമായൊരു ഭാഗം കൃഷി ചെയ്യാതെ കിടക്കുകയായിരുന്നു. വേണ്ടത്ര പണിക്കാരില്ലാത്തത് കൊണ്ടാണ് ഇതിന് കാരണം. പ്രാദേശിക ഗവർണർമാരുടെ ദുഷ്പെരുമാറ്റം മൂലം അവരിൽ പലരും തകർന്നു പോയിരുന്നു. ദുരാഗ്രഹികളായ ജന്മിമാർ കർഷകരുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുകയും അവരുടെ മക്കളെ അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തിരുന്നു. നിരാശരായ കർഷകർ രാജ്യം ഉപേക്ഷിച്ചു പോകാൻ നിർബന്ധിതരായിരുന്നു. സ്വകാര്യ ഭൂവുടമസ്ഥതയുടെ നേട്ടങ്ങൾ അംഗീകരിക്കാത്തവർക്ക് മുഗൾ ഇന്ത്യയെക്കുറിച്ചുള്ള തൻ്റെ വിവരണം ഒരു മുന്നറിയിപ്പാകുമെന്ന ഉദ്ദേശത്തോടെയാണ് ബെർണിയർ തൻ്റെ യാത്രാ വിവരണത്തിൽ ഇങ്ങനെ എഴുതിയത്. യൂറോപ്പിലെ രാജാക്കന്മാർക്ക് ബെർണിയർ ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. യൂറോപ്പിലെ രാജാക്കന്മാർ മുഗൾ ഭരണത്തെ പിന്തുടരാൻ പാടില്ല എന്ന് ബെർണിയർ മുന്നറിയിപ്പ് നൽകുന്നു. ബെർണിയറുടെ വാക്കുകൾ ഇങ്ങനെയാണ്: മുഗൾ ചക്രവർത്തിമാരുടെ രാജ്യം കാണുന്നത് പോലെ അത്ര പരിഷ്കൃതമോ സമ്പന്നമോ അല്ല. അവരുടെ രാജ്യത്ത് കാർഷിക അഭിവൃദ്ധിയോ ജനസാന്ദ്രതയോ ഇല്ല. അവ നല്ല രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ട് പോലുമില്ല. പരിഷ്കൃത സമൂഹത്തിൽ നിന്നും അവർ ഏറെ അകലെയാണ്. എന്നാൽ നമ്മുടെ രാജാക്കന്മാർ കരുത്തരും സമ്പന്നരുമാണ്. അവർ മികച്ചവരും രാജകീയ ഉത്തരവാദിത്തങ്ങൾ നന്നായി നടപ്പിലാക്കുന്നവരുമാണ്. അധികം വൈകാതെ മുഗൾ രാജാക്കന്മാർ മരുഭൂമികളുടെയും ഒറ്റപ്പെട്ട പ്രദേശങ്ങളുടെയും യാചകരുടെയും അപരിഷ്കൃതരുടെയും രാജാക്കന്മാരായി തീരും. അന്തരീക്ഷ മലിനീകരണം മൂലം
വാസയോഗ്യമല്ലാത്ത നിരവധി വലിയ നഗരങ്ങളും പട്ടണങ്ങളും നാം അവിടെ കാണും. ആരും തന്നെ ശ്രദ്ധിക്കാതില്ലാത്തതിനാൽ ചെറുകുന്നുകൾ ഉപേക്ഷിക്കപ്പെടുകയും കൃഷിയിടങ്ങളിൽ കളകൾ കയറുകയും അവയിൽ രോഗജന്യമായ ചതുപ്പുകൾ നിറയുകയും ചെയ്യും. ബെർണിയർ പറയുന്നു. ബെർണിയറുടെ വിവരണങ്ങൾ 18-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ പാശ്ചാത്യ സൈദ്ധാന്തികരെ സ്വാധീനിച്ചു. ഉദാഹരണത്തിന് ഫ്രഞ്ച് തത്വചിന്തകനായ മൊണ്ടസ്ക്യൂ ബെർണിയറുടെ വിവരണങ്ങൾ പൗരസ്ത്യ സ്വേച്ഛാധിപത്യം, ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന ആശയം വികസിപ്പിക്കുന്നതിന് ഉപയോഗപ്പെടുത്തി. കിഴക്കൻ ദേശങ്ങളിൽ, അതായത് ഏഷ്യയിലെ ഭരണാധികാരികൾക്ക് അവരുടെ പ്രജകളുടെ മേൽ സമ്പൂർണമായ അധികാരമുണ്ടായിരുന്നുവെന്ന് ഈ സിദ്ധാന്തം വാദിക്കുന്നു. പ്രജകൾ ഭരണാധികാരികൾക്ക് അടിപ്പെട്ട് ദാരിദ്ര്യത്തിലാണ് കഴിഞ്ഞുകൂടിയിരുന്നതെന്ന് അദ്ദേഹം പറയുന്നു. എല്ലാ ഭൂമിയും രാജാവിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു. സ്വകാര്യ സ്വത്ത് നിലനിന്നിരുന്നില്ല. ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ പ്രഭുക്കന്മാരും ഒഴികെയുള്ള എല്ലാവരും വളരെ പണിപ്പെട്ട് ദാരിദ്ര്യത്തിലാണ് ജീവിച്ചു പോന്നിരുന്നതെന്ന് മൊണ്ടസ്ക്യൂ പറയുന്നു. മൊണ്ടസ്ക്യൂവിൻ്റെ ഈ ആശയത്തെ 19-ാം നൂറ്റാണ്ടിൽ കാർൽ മാർക്സ് വികസിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം വികസിപ്പിച്ചെടുത്ത സങ്കല്പത്തെ ഏഷ്യാറ്റിക് ഉൽപാദന രീതി അല്ലെങ്കിൽ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നു. എന്താണ് ഏഷ്യൻ ഉൽപാദന രീതി? കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പുള്ള ഇന്ത്യയിലും മറ്റു ഏഷ്യൻ രാജ്യങ്ങളിലും ഉൽപാദന മിച്ചം കൈയടക്കിയിരുന്നത് രാഷ്ട്രമാണെന്ന് കാൾ മാർക്സ് വാദിച്ചു. ഇത് സ്വയംഭരണാധികാരവും തുല്യതയുമുള്ള അനേകം ഗ്രാമ സമുദായങ്ങളടങ്ങിയ ഒരു സമൂഹത്തിൻ്റെ ആവിർഭാവത്തിന് കാരണമായി തീർന്നു. ഗ്രാമസമുദായങ്ങൾക്ക് സ്വയംഭരണാധികാരം ഉണ്ടായിരുന്നുവെങ്കിലും അവ രാജധാനിയുടെ നിയന്ത്രണത്തിലാണ് നിലകൊണ്ടിരുന്നത്. ഗ്രാമസമുദായങ്ങളിൽ നിന്നുള്ള മിച്ചോൽപാദനം ലഭിക്കുന്നിടത്തോളം കാലം രാഷ്ട്രം അവയുടെ സ്വയംഭരണാധികാരത്തെ മാനിച്ചു പോന്നിരുന്നു. ഏഷ്യാറ്റിക് ഉൽപാദന രീതിയെ നിശ്ചലവും മുരടിച്ചതുമായ ഒരു വ്യവസ്ഥയായാണ് കാൾ മാർക്സ് കണക്കാക്കിയിരുന്നത്. അടുത്തതായി നാം മനസ്സിലാക്കുന്നത് ബെർണിയർ പറയുന്ന അതിസങ്കീർണമായ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. എ മോർ കോംപ്ലക്സ് സോഷ്യൽ റിയാലിറ്റി. മുഗൾ സാമ്രാജ്യത്തെ ഒരു സ്വേച്ഛാധിപത്യ രാഷ്ട്രമായാണ് ബെർണിയർ ചിത്രീകരിച്ചത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ വിവരണങ്ങൾ മുഗൾ കാലഘട്ടത്തിലെ സങ്കീർണമായ ചില സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഉദാഹരണത്തിന് നിർമ്മാതാക്കൾ, വ്യാപാരം, പട്ടണങ്ങൾ, കച്ചവടക്കാർ, നഗരങ്ങളിലെ വിവിധ വിഭാഗങ്ങൾ തുടങ്ങിയവരെ കുറിച്ചെല്ലാം അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളിൽ പരാമർശങ്ങളുണ്ട്. മുഗൾ ഭരണകാലത്തെ ബെർണിയർ പറയുന്ന സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. മുഗൾ സാമ്രാജ്യം ഏകാധിപത്യ സ്വഭാവമുള്ളതായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. 17-ാം നൂറ്റാണ്ടിൽ ജനസംഖ്യയുടെ 15% പട്ടണങ്ങളിലാണ് താമസിച്ചിരുന്നത്. അതേസമയം ഇതേ കാലഘട്ടത്തിൽ പശ്ചിമ യൂറോപ്പിലെ നഗര ജനസംഖ്യയുടെ അനുപാതത്തേക്കാൾ കൂടുതലായിരുന്നു ഇത്. എന്നിട്ടും മുഗൾ നഗരങ്ങളെ ക്യാമ്പ് ടൗൺസ്, പാളയ നഗരങ്ങൾ എന്നാണ് ബെർണിയർ വിശേഷിപ്പിക്കുന്നത്. നിലനിൽപ്പിനായി രാജധാനിയെ ആശ്രയിക്കുന്ന നഗരങ്ങളാണ് പാളയ നഗരങ്ങൾ. നിർമ്മാണ നഗരങ്ങൾ, വ്യാപാര നഗരങ്ങൾ, തുറമുഖ നഗരങ്ങൾ, തീർത്ഥാടന നഗരങ്ങൾ, വിശുദ്ധ കേന്ദ്രങ്ങൾ എന്നിങ്ങനെ എല്ലാ തരത്തിലുമുള്ള നഗരങ്ങളും ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നതായി അദ്ദേഹം പറയുന്നു. വ്യാപാര സമൂഹം ശക്തമായ സാമൂഹ്യ ബന്ധത്തിൽ അധിഷ്ഠിതമായിരുന്നു. സ്വന്തം ജാതിയുടെയും തൊഴിലിൻ്റെയും അടിസ്ഥാനത്തിലുള്ള സംഘങ്ങളായി അവർ സംഘടിച്ചിരുന്നു. പടിഞ്ഞാറൻ ഇന്ത്യയിൽ ഈ വാണിജ്യ സമുദായങ്ങൾ അറിയപ്പെട്ടിരുന്നത് മഹാജന്മാർ എന്ന പേരിലും അവരുടെ മേധാവി സേട്ട് എന്ന പേരിലുമാണ് അറിയപ്പെട്ടിരുന്നത്. വാണിജ്യ സമുദായത്തിന് ഒരു മേധാവി ഉണ്ടായിരുന്നു. അദ്ദേഹം നഗർ സേട്ട് എന്നറിയപ്പെട്ടു. അഹമ്മദാബാദ് പോലെയുള്ള നഗരങ്ങളിൽ അവർ അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. ബെർണിയർ പറയുന്നു, മറ്റു പ്രധാനപ്പെട്ട നഗരസംഘങ്ങൾ ഭിഷഗ്വരന്മാർ അല്ലെങ്കിൽ ഹക്കീം അല്ലെങ്കിൽ വൈദ്യന്മാർ, അധ്യാപകർ, പണ്ഡിറ്റ് അല്ലെങ്കിൽ മുല്ല, അഭിഭാഷകർ, വക്കീലന്മാർ, ചിത്രകാരന്മാർ, സംഗീതജ്ഞന്മാർ, കയ്യെഴുത്തുകാർ, കൈവേലക്കാർ തുടങ്ങിയവരും നഗരവിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഇവർ
രാജാവ് അല്ലെങ്കിൽ പ്രമുഖ വ്യക്തികൾ എന്നിവരെ ആശ്രയിച്ച് കഴിയുന്നവരായിരുന്നു. ഇവർക്ക് പുറമെ ജനത്തിരക്കേറിയ കമ്പോളങ്ങളിലും ബസാറുകളിലും സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുന്നവരും ഉണ്ടായിരുന്നു. അടുത്തതായി രാജകീയ പണിപ്പുരകളെക്കുറിച്ച്, കാർഖാനകളെക്കുറിച്ച് ബെർണിയർ നൽകുന്ന വിവരണം നമുക്കൊന്ന് കേൾക്കാം. രാജകുടുംബങ്ങൾക്ക് വേണ്ടി ആഡംബര വസ്തുക്കൾ നിർമ്മിക്കുന്ന പണിപ്പുരകളെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ നൽകിയിട്ടുള്ള ഒരേ ഒരു സഞ്ചാരിയാണ്, ചരിത്രകാരനാണ് ബെർണിയർ. അദ്ദേഹം പറയുന്നു, മധ്യകാലഘട്ടത്തിലെ ചക്രവർത്തിമാർക്ക് സ്വന്തമായ പണിപ്പുരകൾ ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും വലിയ ഹാളുകൾ പണിപ്പുരകളായി പ്രവർത്തിച്ചിരുന്നു. ഒരു ഹാളിൽ ഒരു യജമാനന്റെ കീഴിൽ വസ്ത്രങ്ങളിൽ ചിത്രപ്പണികൾ നടക്കുമ്പോൾ മറ്റൊരു ഹാളിൽ നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്നവരെ ആയിരിക്കും കാണാനാവുക. മറ്റൊന്നിൽ ചിത്രകാരന്മാരെയും മറ്റു ചിലതിൽ മിനുക്കുപണിക്കാരെയും മരപ്പണിക്കാരെയും കടച്ചിൽ പണിക്കാരെയും തുന്നൽക്കാരെയും ചെരുപ്പ് നിർമ്മിക്കുന്നവരെയും കാണാൻ സാധിക്കും. മറ്റു ചിലതിൽ പട്ടുതുണിത്തരങ്ങൾ, മസ്ലിൻ തുണിത്തരങ്ങൾ നിർമ്മിക്കുന്നവരെയും കാണാം. കലാകാരന്മാർ എല്ലാ ദിവസവും രാവിലെ തങ്ങളുടെ പണിപ്പുരകളിലെത്തുകയും വൈകുന്നേരം വരെ അവിടെ ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇത്തരത്തിൽ അവരുടെ കാലം കഴിഞ്ഞു പോകുന്നു. ജനിച്ച ജീവിത സാഹചര്യത്തിൽ നിന്ന് എന്തെങ്കിലും പുരോഗതി ഉണ്ടാകുമെന്ന് അവരിൽ ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. കാർഖാനകളിൽ പണിയെടുക്കുന്ന ജോലിക്കാരെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അടുത്തതായി നാം മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ മധ്യകാലഘട്ടത്തിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച്, ഈ സഞ്ചാരികളുടെ വിവരണങ്ങളെക്കുറിച്ചാണ്. സ്ത്രീ തൊഴിലാളികൾ, അതുപോലെ അടിമകളായ സ്ത്രീകൾ, മാത്രമല്ല ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ അനുഷ്ഠിച്ചിരുന്ന സാമൂഹ്യ ആചാരമായ സതീ സമ്പ്രദായത്തെക്കുറിച്ചൊക്കെ സഞ്ചാരികൾ, പ്രത്യേകിച്ച് ബെർണിയർ വിവരിക്കുന്നുണ്ട്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. യാത്രാ വിവരണങ്ങൾ എഴുതിയ സഞ്ചാരികൾ പൊതുവെ പുരുഷന്മാരായിരുന്നു. എങ്കിലും ഉപഭൂഖണ്ഡത്തിലെ സ്ത്രീകളുടെ അവസ്ഥ വിശദീകരിക്കുന്നതിൽ അവർ പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. സാമൂഹ്യ വിവേചനങ്ങളെ സ്വാഭാവികമായ ഒരു അവസ്ഥയായാണ് ചിലപ്പോൾ അവർ കണ്ടിരുന്നത്. ഉദാഹരണത്തിന്, അടിമകളെ കമ്പോളങ്ങളിൽ മറ്റു സാധനങ്ങളെ പോലെ പരസ്യമായി വിറ്റിരുന്നതായി അവർ പറയുന്നു. പാരിതോഷികങ്ങളായും അവർ പതിവായി കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. ഇബിൻ ബത്തൂത്ത സിന്ധിലെത്തിയപ്പോൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് പാരിതോഷികമായി നൽകുന്നതിന് വേണ്ടി അദ്ദേഹം കുതിരകളെയും ഒട്ടകങ്ങളെയും അടിമകളെയും വിലയ്ക്ക് വാങ്ങിയിരുന്നു. മുൾട്ടാനിലെത്തിയപ്പോൾ അവിടുത്തെ ഗവർണർക്ക് ഉണക്കമുന്തിരി, ബദാം എന്നിവയോടൊപ്പം ഒരു അടിമയെയും കുതിരയെയും അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായി. നാസുറുദ്ദീൻ എന്നു പേരുള്ള ഒരു മതപ്രഭാഷകന്റെ പ്രബോധനത്തിൽ സന്തുഷ്ടനായ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അദ്ദേഹത്തിന് 10,000 തങ്ക നാണയങ്ങളും 200 അടിമകളെയും സമ്മാനിച്ചിരുന്നുവെന്ന് ഇബിൻ ബത്തൂത്ത രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ, അടിമകളെ വിൽക്കുന്നതും കൈമാറുന്നതും സമ്മാനമായി നൽകുന്നതും തികച്ചും സാധാരണമായ ഒരു കാര്യമായാണ് സഞ്ചാരികളുടെ വിവരണങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അടിമകൾക്കിടയിൽ വേർതിരിവുകൾ ഉണ്ടായിരുന്നുവെന്ന് ഇബ്നു ബത്തൂത്തയുടെ വിവരണങ്ങൾ വ്യക്തമാക്കുന്നു. സുൽത്താന്റെ കീഴിൽ ധാരാളം അടിമ സ്ത്രീകൾ സേവനമനുഷ്ഠിച്ചിരുന്നു അത്രേ. അവരിൽ ചിലർ സംഗീതത്തിലും നൃത്തത്തിലും വിദഗ്ധരായിരുന്നു. സുൽത്താന്റെ സഹോദരിയുടെ വിവാഹത്തിന് അവരുടെ കലാപ്രകടനം ആസ്വദിക്കാനുള്ള അവസരം ഇബ്ൻ ബത്തൂത്തയ്ക്ക് ലഭിക്കുകയുണ്ടായി. അടിമ സ്ത്രീകൾ സുൽത്താന്റെ ചാരന്മാരായും പ്രവർത്തിച്ചിരുന്നു. തൻ്റെ പ്രഭുക്കന്മാരുടെ പ്രവർത്തനങ്ങളെ രഹസ്യമായി നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സുൽത്താൻ അവരെ നിയമിച്ചിരുന്നത്. ഇബ്ൻ ബത്തൂത്ത പറയുന്നു, വലുതും ചെറുതുമായ എല്ലാ പ്രഭുക്കന്മാരുടെ കൊട്ടാരങ്ങളിലും അടിമ സ്ത്രീകളെ ഉപയോഗിച്ച് ചാരപ്രവർത്തനം നടത്തുന്നത് ചക്രവർത്തിയുടെ പതിവാണ്. ഈ വീടുകളിൽ അദ്ദേഹം അടിച്ചുതളിക്കാരായി സ്ത്രീകളെ നിയോഗിക്കുന്നു. അവർക്ക് മുന്നറിയിപ്പില്ലാതെ വീടുകളിൽ എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാം. അടിമ സ്ത്രീകൾ തങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ രാജാവിന് കൈമാറുന്നു. യുദ്ധങ്ങളിലും ആക്രമണങ്ങളിലും പിടിക്കപ്പെട്ടവരായിരുന്നു ഭൂരിഭാഗം സ്ത്രീ അടിമകളും. അടിമകളായ സ്ത്രീകളെയും പുരുഷന്മാരെയും പൊതുവെ വീട്ടുജോലിക്കാണ് ഉപയോഗിച്ചിരുന്നത്. പല്ലക്ക് ചുമന്നു കൊണ്ടുപോകുന്നതിന് അവരുടെ സേവനം അത്യന്താപേക്ഷിതമായിരുന്നുവെന്ന് ഇബ്ൻ ബത്തൂത്ത എഴുതുന്നു.
അടിമകൾക്ക്, പ്രത്യേകിച്ച് വീട്ടുജോലിക്കായി വാങ്ങുന്ന അടിമ സ്ത്രീകൾക്ക് വില വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ മിക്ക കുടുംബങ്ങൾക്കും അവരെ വിലയ്ക്ക് വാങ്ങാൻ കഴിഞ്ഞിരുന്നു. ചുരുങ്ങിയത് 1-2 അടിമകളെയെങ്കിലും അവർ നിലനിർത്തിയിരുന്നു. യൂറോപ്യൻ സഞ്ചാരികളും എഴുത്തുകാരും സ്ത്രീകളോടുള്ള പെരുമാറ്റത്തെ പലപ്പോഴും ഉയർത്തിക്കാട്ടിയിരുന്നു. പാശ്ചാത്യ പൗരസ്ത്യ സമൂഹങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എടുത്തു കാണിക്കുകയായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. അതിനാൽ ബെർണിയർ സതി ആചാരണത്തെക്കുറിച്ച് വിശദമായ വിവരണം നൽകിയതിൽ ഒട്ടും അതിശയോക്തിയില്ല. എല്ലാ സ്ത്രീകളും സതി ആചാരം അനുഷ്ഠിച്ചിരുന്നത് ഒരുപോലെയായിരുന്നില്ലെന്ന് ബെർണിയർ എഴുതുന്നു. ചിലർ സസന്തോഷം ചിതയിൽ ചാടി മരണം വരിച്ചു. മറ്റുള്ളവർ മരിക്കാൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നു. അവരെ ചിതയിലേക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോവുകയും ജീവനോടെ ദഹിപ്പിക്കുകയും ചെയ്തിരുന്നു. ബാലികയായ ഒരു വിധവ സതി അനുഷ്ഠിക്കുന്ന ഹൃദയഭേദകമായ ഒരു രംഗം ബെർണിയർ ചിത്രീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളിലെ ഏറ്റവും ദാരുണമായ ഒരു സംഭവമാണ് ഇത്. ബെർണിയർ പറയുന്നു, ലാഹോറിൽ ഏകദേശം 12 വയസ്സ് മാത്രം തോന്നിക്കുന്ന വിധവയായ ഒരു പെൺകുട്ടി ജീവത്യാഗം ചെയ്യുന്നത് താൻ നേരിട്ട് കണ്ടു എന്ന് പറയുന്നു. ഒരു ജീവച്ഛവം കണക്കെയാണ് അവൾ മരണക്കുഴിക്ക് സമീപത്തേക്ക് വന്നത്. മരണഭയം മൂലം വിറയ്ക്കുകയായിരുന്ന അവൾ ദയനീയമായി കരഞ്ഞുകൊണ്ടിരുന്നു. അവൾ ആ സമയത്ത് അനുഭവിച്ച മനോവേദന വിവരിക്കാൻ സാധ്യമല്ല. ഒരു വൃദ്ധയുടെ സഹായത്തോടെയാണ് 4 ബ്രാഹ്മണർ പൂജാകർമ്മങ്ങൾ നിർവഹിക്കുന്നതിനു വേണ്ടി അവളെ കൊണ്ടുവന്നത്. ആ വൃദ്ധ സ്ത്രീ അവളെ അടുക്കി വെച്ചിരുന്ന വിറകുകൾക്ക് മുകളിൽ ബലമായി ഇരുത്തി. ഓടിപ്പോകാതിരിക്കാനായി അവളുടെ കൈകാലുകൾ കെട്ടിയിട്ടു. ആ പാവം കുട്ടി ജീവനോടെ കത്തിയെരിഞ്ഞു. ബെർണിയർ ഈ കാഴ്ച നേരിട്ട് കണ്ടതായി അദ്ദേഹം പറയുന്നു. സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ ഈ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് രസകരവും ആവേശകരവുമായ ഒരു അവലോകനം നമുക്ക് നൽകുന്നുണ്ട്. അവ വളരെ വിലപ്പെട്ടതാണ്. എന്നാൽ അവരുടെ വിവരണങ്ങൾക്ക് ധാരാളം പരിമിതികൾ ഉണ്ടായിരുന്നു. സഞ്ചാരികളുടെ നിരീക്ഷണങ്ങളെ പലപ്പോഴും രൂപപ്പെടുത്തിയത് അവരുടെ നാട്ടിലെ സാഹചര്യങ്ങളാണ്. സാമൂഹ്യ ജീവിതത്തിൻ്റെ പല വശങ്ങളും അവർ ശ്രദ്ധിച്ചിരുന്നില്ല. നമ്മുടെ 5ാം പ്രമേയം ഇവിടെ അവസാനിക്കുകയാണ്. 3 സഞ്ചാരികളെക്കുറിച്ചും നമ്മൾ വിശദമായി വിശകലനം ചെയ്തു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.